Love, peace and joy. Welcome back to our channel. Hope you all are fine. ഞാൻ അത്ര ഫൈനൊന്നുമല്ല ഹെൽത്ത് വൈസ്, ബട്ട് സ്റ്റിൽ ഇതും കൂടി കൂട്ടി ഒരു 4ാമത്തെ ടൈമാണ് ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഫൈനലി ഇന്ന് എടുക്കണേണ്. ഇങ്ങനെ എടുക്കാൻ വേണ്ടി വരും, വ്ളോഗ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്യും, നടക്കില്ല. കാരണം വെറുതെ ഒരു ഗ്ലൂമി ആയിട്ടുള്ളൊരു വീഡിയോ വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ ലാസ്റ്റ് വ്ളോഗിൽ പറഞ്ഞ പോലെ 3rd ട്രൈമസ്റ്ററിലേക്ക് കടന്നിട്ട് നല്ല ഹെൽത്ത് വൈസ് നല്ല ബുദ്ധിമുട്ടുണ്ട്. അത് എപ്പോഴെപ്പോഴും പറയേണ്ടത് കോമൺ എല്ലാവർക്കും ഉള്ള കാര്യങ്ങളാണ്. പ്ലസ് നമുക്ക് പക്ഷേ ഈ ഒരു എക്സ്ട്രാ തൈറോയിഡിൻ്റെയും ഈ ഒരു ജസ്റ്റേഷണൽ ഡയബറ്റിക്സും കൂടി ഉള്ളതുകൊണ്ടായിരിക്കും ഇത്രയും ബുദ്ധിമുട്ട്. എനിവേ കുറച്ച് സീനാണ്, എന്നാലും ഒരു മെൻ്റൽ സ്ട്രെങ്ത്തിലാണ് ഇന്ന് നിൽക്കുന്നത് കേട്ടോ. 2 ദിവസമായിട്ട് അതങ്ങോട്ട് ഗെയിൻ ചെയ്യണതാണ്, ആ ഒരു സ്ട്രെങ്ത്ത് ഗെയിൻ ചെയ്യണതാണ്. കാരണം നമ്മൾ ഹെൽത്ത് വൈസ് വീക്കാവുമ്പോൾ മൊത്തത്തിൽ വീക്കായി പോയി കഴിഞ്ഞാൽ പിന്നെയും പഴയതുപോലെ കിടപ്പും കാര്യങ്ങളാവും. പക്ഷേ ഫസ്റ്റ് ട്രൈമസ്റ്റർ പോലെ അല്ല 3rd ട്രൈമസ്റ്റർ. നമ്മൾ അധികം കിടക്കാനും പാടില്ല, കുറച്ചും കൂടി കാര്യമായിട്ട് ഹെൽത്ത് ശ്രദ്ധിക്കണം. ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് കുറച്ച് പണിയുണ്ട്. നമ്മുടെ ഫ്രണ്ട് യാർഡിലും അതേപോലെ ബാക്ക് യാർഡിലൊക്കെ ഉള്ള ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട്. അതായത് ഹൈഡ്രേഞ്ച എന്ന് പറയും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹൈഡ്രേഞ്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സാണ്. പിങ്ക്, ബ്ലൂ, അതൊക്കെയാണ് അതിൻ്റെ ബേസിക് കളേഴ്സ്. അപ്പോൾ അത് കാണിച്ചു തരാം. ഇവിടെ എത്ര വർഷമായിട്ടുള്ളതാണ് എനിക്കറിയില്ല, ഞങ്ങൾ വന്നപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. കുറേ വർഷങ്ങളായിട്ടുള്ള ഫ്ലവറാണ്, എന്തായാലും ഉറപ്പാണത്, ആ പ്ലാന്റ് ആണത്. അപ്പോൾ അത് ഒന്ന് ട്രിം ചെയ്യണം നമുക്ക്. അപ്പോൾ ആദ്യം എനിക്കൊരു പ്രൂണർ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. കാരണം നമ്മുടെ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്ത് ശരിയാവില്ല. കറക്റ്റായിട്ട് ട്രിം ചെയ്താലേ നമുക്ക് സ്പ്രിംഗ് ഒക്കെ ആകുമ്പോൾ നല്ല അടിപൊളി ആവുള്ളൂ. ഇപ്പോൾ പുതിയ ഷൂട്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് സെറ്റപ്പൊക്കെ ചെയ്യാം. അപ്പോൾ അതിൻ്റെയും ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് പോലെ നമുക്ക് എടുക്കാം, വിശേഷങ്ങളും പറയാം എന്ന് വിചാരിച്ചു. യെസ് ഗായ്സ്, അപ്പോൾ അതാണ് മെയിനായിട്ട് വീഡിയോ ഇടാത്തതിൻ്റെ മെയിൻ റീസൺ. ലാസ്റ്റ് കപ്പിൾ ഓഫ് ഡേയ്സ് വാസ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ. ഈവൻ ടുഡേ ഇപ്പോൾ ഹെൽത്ത് വൈസ് ചോദിക്കണമെങ്കിൽ ഹൗ ആർ യു എന്ന് വെച്ച് ഞാൻ പറയും അങ്ങനെ പോകുന്നു എന്ന് പറയുള്ളൂ. ഫൈൻ എന്ന് പറയാനുള്ളൊരു ഹെൽത്ത് ഇല്ല. എന്നാലും വി ഹാവ് ടു കീപ് മൂവിങ്, റൈറ്റ്? സോ നമുക്കപ്പോൾ എന്തായാലും നമ്മുടെ ഹൈഡ്രേഞ്ചിനെ കാണിച്ചു തരാം. അതിൻ്റെ സ്പെല്ലിംഗ് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളുടെ ഒരു ഇതിൽ നമ്മൾ ഹൈഡ്രേഞ്ചിയ എന്നൊക്കെ പറയും, പക്ഷേ ഇത് പ്രൊനൗൺസിയേഷൻ ഈസ് ലൈക്ക് ഹൈഡ്രേഞ്ച. ഓക്കെ, അത് കാണിച്ചു തരാം. അത് കാണാൻ അത്ര ഭംഗിയില്ല. ഫുള്ളിങ്ങനെ ബ്രൗണിഷ് ആയിട്ട് നിൽക്കണതാണ്. ഫുള്ളിങ്ങനെ വിൻ്ററൊക്കെ വന്ന് ഒരു കരിഞ്ഞു പോയി എന്ന് വിചാരിക്കും നമ്മൾ. പക്ഷേ അതങ്ങനെയൊന്നും അല്ല. ഇവിടുത്തെ എല്ലാ പ്ലാന്റ്സും അങ്ങനെയാണ്. ഇവിടെ UK വന്നിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ കാണുന്നത്. നമ്മൾ വിചാരിക്കും ഈ മരമൊക്കെ കരിഞ്ഞു പോയാ, എവിടാ. അവരെല്ലാവരും വിൻ്റർ കഴിയാറാകുമ്പോഴേക്കും പുതിയ ഷൂട്ട്സൊക്കെ വന്ന് നല്ല ഭംഗിയാവും ഇത് കഴിയുമ്പോഴേക്കും. അതേപോലെ തന്നെയാണ് ഈ പ്ലാന്റ്സും. എനിവേ ഞാൻ നമ്മുടെ ഹൈഡ്രാഞ്ചസ് കാണിച്ചു തരാം കേട്ടോ. യെസ് ഗായ്സ്, ഓൾമോസ്റ്റ് സെറ്റ്. ഇതാണ് നമ്മുടെ പ്രൂണർ. അപ്പോൾ ഇതിൻ്റെയും കൂടി അൺബോക്സിങ് ആണ്. ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ പോണേ കേട്ടോ. അപ്പോൾ എന്തായാലും തണുപ്പുണ്ട് പുറത്ത്, ഇതൊന്നും ഇല്ലാതെ പോകാൻ പറ്റില്ല. 4 ഡിഗ്രി സെൽഷ്യസ് ആണേ പുറത്ത്. നോക്കുമ്പോൾ നല്ല സണ്ണി, നല്ല വെയിലൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. പക്ഷേ വെറുതെ ഷോയാണ്. നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നീനു. അപ്പോൾ നീനുവിനോടാണ് ഞാൻ മെയിനായിട്ട് കൺസൾട്ട് ചെയ്യണത്. എല്ലാ കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സൊക്കെ വരുമ്പോൾ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ആൾ നേഴ്സാണ്. അപ്പോൾ നീനുവിനോട് ചോദിച്ചപ്പോൾ നീനു പറഞ്ഞത് 3rd ട്രൈമസ്റ്റർ ആകുമ്പോൾ എന്തായാലും ഷുഗർ ലെവൽസ് ഡിഫറൻസ് വരും. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എന്നോട് പറഞ്ഞത് മാക്സിമം ചോറും അരിയാഹാരങ്ങളൊക്കെ ഒഴിവാക്കാനും അതേപോലെ നടക്കാനൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇവിടുത്തെ ഈ ഒരു വെതറിൽ നടന്നു കഴിഞ്ഞാൽ വെറുതെ നടക്കുമ്പോൾ തന്നെ കോൾഡ് പോലെ ആവുന്നു നമുക്ക്. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ തന്നെ നടക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതാണ് മെയിൻ പ്രശ്നം. നമുക്ക് പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിഞ്ഞ വർഷം ഇതേപോലെ വിൻ്ററിൻ്റെ സമയത്ത് ഞാൻ വലിയ കാര്യത്തിന് കുറച്ച് എക്സസൈസിൻ്റെ ഇതിലൊക്കെ നടക്കാനൊക്കെ ശ്രമിച്ച് പനി പിടിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് അങ്ങനെയൊന്നും വരാതെ നോക്കണമല്ലോ മാക്സിമം. അപ്പോൾ എന്തായാലും പുറത്ത് ഇപ്പോൾ നമുക്ക് ഇറങ്ങാം, അല്ലാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് നടക്കാനുള്ളൊരു തോന്നുന്നില്ല. മൈൻഡിൽ നമുക്കൊരു ഫീലിംഗ് നമുക്ക് വരുമല്ലോ. ഇവിടെ തന്നെ ഉള്ളിൽ തന്നെ നടക്കാമെന്ന് വിചാരിച്ച എക്സസൈസൊക്കെ പോലെ. ഇപ്പം നമുക്ക് എന്തായാലും നമ്മൾ ട്രിം ചെയ്യാൻ വേണ്ടി പോകാം. യെസ്, ലെറ്റ്സ് ഗോ. സോ ഈ നിൽക്കുന്നത് മൊത്തം കണ്ട, ഇവിടെ നിന്ന് തുടങ്ങിയ ഹൈഡ്രേഞ്ചിയാണ്. ഇതൊരു ഹൈഡ്രേഞ്ചിയാണ്. ഇതും ചെറുതായിട്ടുള്ളതുകൊണ്ട് ബാക്കി ഇതൊക്കെ കണ്ട, ഇതെല്ലാം നമ്മളുടെ നല്ല ഭംഗിയുണ്ട് ശരിക്കും കാണാൻ. ഇനിയിപ്പോൾ കണ്ട പുതിയ ഷൂട്ട്സൊക്കെ വന്നു തുടങ്ങിയേക്കുന്നത് കണ്ടോ.
പുതിയ ഷൂട്ട്സ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗം വെച്ചാണ് കട്ട് ചെയ്യാൻ പോകണം. ഞാൻ കട്ട് ചെയ്ത് ട്രിം ചെയ്ത് നമുക്ക് നിർത്താം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ഹൈഡ്രേഞ്ചിയ ഫ്രണ്ട് യാർഡിലുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കണ്ടോ, ഇവിടെയും പുതിയ ഷൂട്ട്സ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. യെസ്, നമുക്കിത് ട്രിം ചെയ്യാം. എനിക്ക് ഈ ഫ്ലവർ കാണുമ്പോൾ പല ഐഡിയാസും തോന്നുന്നുണ്ട്. ഇത് ഓൾറെഡി ഡ്രൈഡാണല്ലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ആർട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത വന്നു തുടങ്ങി. കുറച്ച് പെയിൻ്റൊക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കിയാൽ അടിപൊളിയായിരിക്കും. കണ്ടാ, എനിക്ക് അങ്ങനത്തെ ഒരു ഐഡിയ ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്ത് ചെയ്യാൻ പറ്റുമോ. കണ്ടാ, ഇത് ഞാൻ കളയുന്നില്ല, ഇത് ഞാൻ എടുത്ത് വെക്കാൻ പോണേണ്. ഇത് കണ്ട ഗൈസ്, ഇതെങ്ങനെ കളയാൻ തോന്നും. നോക്കിക്കേ, നല്ല ഭംഗിയുള്ള ഡ്രൈ ആയിട്ടുള്ള ബൊക്കെ പോലെയൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്. ഒരു ആർട്ടിസ്റ്റ് ഒന്നും വേസ്റ്റ് ചെയ്യാൻ പാടില്ല, എല്ലാം യൂസ് ചെയ്യണം. ഇപ്പം എനിവേ ഇത് നമ്മളെടുത്ത് വെക്കാൻ പോണേണ്ട. ഞാനതെടുത്ത് വെയിലൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ചൂടാണെന്ന് എവിടെ. അപ്പോൾ ഇതേ ആ സൈഡിൽ നമ്മുടെ ഹൈഡ്രേഞ്ചിയനെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡും കൂടി ശരിയാക്കാനുണ്ട്. അപ്പോൾ അതും കൂടി ശരിയാക്കാൻ വേണ്ടി. തണുപ്പ് കുഴപ്പമില്ല, സീനില്ല. കണ്ടാ, ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കണത്. നമ്മൾ നേരത്തെ എടുത്ത പോലെ ഇതിനകത്ത് എടുക്കാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ ഫ്ലവേഴ്സ് അത്ര ഭംഗിയില്ല. ഐ മീൻ, നമുക്ക് പെയിൻറ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭംഗി ഈ ഫ്ലവേഴ്സിനില്ല. അല്ലെങ്കിൽ പിന്നെ സ്പ്രേ പെയിൻറ് വല്ലതും ചെയ്യണം. പക്ഷെ എന്നാലും ഇത് ചിലപ്പോൾ വിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. 2-3 എടുത്ത് വെക്കാം എന്തായാലും. പറഞ്ഞ പോലെ കണ്ടോ, നമ്മൾ കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കട്ട് ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ ഷൂട്ട്സും കൂടി കട്ടായി പോകും. ഇപ്പോൾ ഇത് ഈ ഒരു ഭാഗം തന്നെ ഇവിടെ ഷൂട്ട്സ് ഉണ്ട് കണ്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്ത് കട്ട് ചെയ്യണം. പുതിയ ഫ്ലവേഴ്സിനെയും കൂടി നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടി വരും. സോ കുറച്ച് സൂക്ഷിച്ചാണ് കട്ട് ചെയ്യേണ്ടത്. എല്ലാം ട്രിം ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റില്ല. അത് നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ ഈ വെജിറ്റബിൾ വേസ്റ്റും ഒക്കെ ഇടുന്ന ഒരു ബിന്നുണ്ട്, അതിലിട്ട് കളയണം. അല്ലെങ്കിൽ പണി കിട്ടും, കത്തിക്കാനൊന്നും പറ്റൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം അങ്ങനെ എല്ലാം ചെയ്യണം. കണ്ട, എല്ലാം സെറ്റപ്പ് ആക്കി. പുതിയ ഷൂട്ട്സൊക്കെ നമുക്ക് കാണാൻ വരുന്നുണ്ട്. കണ്ട, അടിപൊളി. പിന്നെ കുറച്ച് ഞാൻ അവിടെ വെച്ചിട്ടുണ്ടേ, അത് വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യണം. കുറച്ച് ഞാൻ എടുത്തുകൊണ്ടും വന്ന് ഇതൊക്കെ ഇങ്ങനെ കളയും. ഇത് കണ്ടിട്ട് കുറേ ഐഡിയാസ് വരുന്നുണ്ട്. അതിൽ ഏറ്റവും നല്ല ഭംഗിക്ക് നിൽക്കുന്ന ടൈപ്പ് ഫ്ലവേഴ്സ് ഡ്രൈ ആയിട്ടുള്ളത് എടുത്തുകൊണ്ടും വന്ന് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ തോന്നുന്നുണ്ട്. ഇതൊരു സ്പ്രേ പെയിൻ്റ് ഒക്കെ അടിപൊളിയായിരിക്കും. അതായത് ഒരു ഗോൾഡനോ സിൽവറോ സ്പ്രേ പെയിൻ്റ് അടിച്ചാൽ സെറ്റപ്പ് ആയിരിക്കും സാധനം. എന്തായാലും
അങ്ങനത്തെ പല ടൈപ്പ് സ്പീഷീസ് ഉണ്ട് കേട്ടോ. നമ്മുടെ അടുത്ത് തന്നെ ഇത് കണ്ടോ, ഇത് വേറെ ടൈപ്പാണ്. 70 സ്പീഷീസ് ഉണ്ട് ഹൈഡ്രേഞ്ച. അപ്പോൾ ഇത് ഞാൻ എന്തെങ്കിലും ചെയ്യണം, എനിക്കറിയില്ല. എന്തൊക്കെയോ ഐഡിയാസൊക്കെ വരുന്നുണ്ട്. ഇത് നൈസായിട്ട് കൊണ്ടുപോയി നമുക്ക് സ്റ്റോർ റൂമിൽ വെക്കാം. യെസ്, നമ്മളുടെ ആ ഒരു ട്രിമ്മിങ് പരിപാടി കഴിഞ്ഞു. ഇനി കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. ഇനി നമ്മുടെ ബാക്ക് യാർഡിലും കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ട്, ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട്. അതും കൂടി ഒന്ന് ട്രിം ചെയ്യാനുണ്ട്. എന്തായാലും ഫ്രണ്ട് യാർഡിലൊക്കെ കഴിഞ്ഞ് ഇനി അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അത് പയ്യെ ചെയ്യാം. എല്ലാം കൂടി ഒറ്റയടിക്ക് ചെയ്തതിനാൽ പണി കിട്ടും. ഞാൻ ആദ്യം വിചാരിച്ചത് ബ്രേക്ക് എടുത്തിട്ട് നാളെ ചെയ്യാമെന്നാണ്. പിന്നെ അങ്ങനെ പയ്യെ പയ്യെ ചെയ്ത് അങ്ങോട്ട് തീർത്തപ്പോൾ സമാധാനമായി. പിന്നെ കുറച്ചെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, നേരത്തെ കാണിച്ചില്ലേ. അത് അവിടെ നിന്ന് എടുത്ത് വേറെ വല്ലയിടത്തും കൊണ്ട് വെക്കണം. യെസ്, കാരണം ഇനിയിപ്പോൾ അത് അടുത്ത വർഷം വരെ വെയിറ്റ് ചെയ്യണം അതുപോലത്തെ ആ ഒരു ഡ്രൈ ആയിട്ടുള്ള ഫ്ലവേഴ്സ് കിട്ടാൻ. അപ്പോൾ എന്തായാലും കുറച്ച് ഐഡിയാസൊക്കെ കിട്ടി അത് കണ്ടപ്പോഴേക്കും. ഞാൻ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ആർട്ട് പീസാണ്. ഇനി അത് ഒരു നല്ല ആർട്ട് വർക്കാക്കി മാറ്റണം. എനിവേ, ഇനി ഒരു കുക്കിംഗ് ആണ്. ഇനി കുറച്ച് മഷ്റൂം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് തേങ്ങാപ്പാലൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലും ഒരു സെറ്റപ്പ് ചെയ്യണം. ഞാനപ്പോൾ 2-3 റെസിപ്പീസ് നോക്കി. നമുക്ക് കൂടി പറ്റണമല്ലോ, ഇവിടെ കഴിക്കുന്ന ഒരു ടേസ്റ്റായിട്ടൊക്കെ മാച്ചായിട്ട് വരണമല്ലോ. അപ്പോൾ എന്തായാലും മഷ്റൂം വെച്ചിട്ടൊരു കറി സെറ്റ് ചെയ്യണം. പിന്നെ അപ്പത്തിന് കലക്കാമെന്ന് വിചാരിച്ച് അപ്പത്തിൻ്റെ പൊടി ഇരിപ്പുണ്ട്. അപ്പോൾ അത് നമുക്ക് ഉച്ചയ്ക്ക് സെറ്റ് ചെയ്യാം. എനിക്ക് മാക്സിമം അരിയാഹാരങ്ങൾ ഒഴിവാക്കണം. അപ്പോൾ ഞാൻ മിക്കവാറും അപ്പം അധികം ഒരെണ്ണമെല്ലാം കഴിച്ചിട്ട് വേറെ വല്ലതും ചെയ്യണം. എനിക്ക് മാക്സിമം അതൊക്കെ ഒഴിവാക്കിയാലേ ഇനിയിപ്പോൾ ശരിയാവുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു രീതി ഇനി വരേണ്ടത്. കാരണം ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഗ്ലൂക്കോമീറ്ററിൽ റേറ്റ് ലെവൽസ് ഭയങ്കര ഫ്ലക്ച്വേഷൻസാണ്. ഭയങ്കര കൂടുതൽ കാണിക്കുന്നുണ്ട്, ചില സമയത്ത് കുറവ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി 3rd ട്രൈമസ്റ്റർ ആകുമ്പോൾ അങ്ങനെ സംഭവിക്കും എന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ലെവൽ മാറും, ഷുഗർ ലെവൽ. അതുകൊണ്ട് ഇനിയിപ്പോൾ കുറച്ചും കൂടി കെയർഫുള്ളായിരിക്കണം. എനിവേ, മഷ്റൂം നമുക്ക് ഉണ്ടാക്കാം. മഷ്റൂം ഇവിടെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. എല്ലാ ഷോപ്സിലും ഇവിടുത്തെ തന്നെ മഷ്റൂമാണ്. പല ടൈപ്പ് മഷ്റൂംസും നമ്മുടെ നാട്ടിലിപ്പോൾ കിട്ടുമല്ലോ. അപ്പോൾ മഷ്റൂം ഇടയ്ക്ക് വാങ്ങിക്കും. ജസ്റ്റ് ബോയ് ഒരുപാട് കഴിക്കും എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഷ്റൂം. എന്തായാലും നമുക്ക് അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഞാൻ സാധാരണ ഉണ്ടാക്കാറ് ഒന്നില്ലെങ്കിൽ ചില്ലി മഷ്റൂം പോലെ ഉണ്ടാക്കും. നമ്മുടെ ചില്ലി ഗോബി, ചില്ലി ചിക്കൻ്റെയൊക്കെ അതേപോലത്തെ റെസിപ്പി, അതാണ് മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഇട്ടിട്ട് ഒരു കറി പോലെ ആക്കിയെടുക്കാമെന്ന് വിചാരിച്ച്, അപ്പത്തിൻ്റെ കൂടെ കഴിക്കുന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് അത് നോക്കാം. ഇതാണ് മഷ്റൂം, കപ്പ് മഷ്റൂംസ് ആണുള്ളത്. ഞാൻ വിചാരിച്ച് ബട്ടൺ മഷ്റൂംസ് ആയിരിക്കും എന്ന്. എനിക്കതിൻ്റെ ഡിഫറൻസ് ഒന്നും അറിയാൻ പാടില്ല. എനിവേ, ഇത് മൊത്തത്തിലെടുക്കുക. ഇതൊരു 300 ഗ്രാം ഉണ്ട്. അപ്പോൾ ഇതൊന്ന് കഴുകി സെറ്റപ്പ് ചെയ്യാം. പിന്നെ ബ്രോക്കലി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് സോട്ട് ചെയ്ത് മിക്കവാറും ഉച്ചയ്ക്ക് അതായിരിക്കും കഴിക്കുന്നത്. ഇത് ടൈം എടുക്കും ചെയ്ത് വരുമ്പോഴേക്കും. സോ ഗൈസ്, എൻ്റെ ലഞ്ച് ടൈം ആയിട്ടാണ്. നമ്മുടെ മഷ്റൂം കറിയൊന്നും ആയിട്ടില്ല, അപ്പവും ആയിട്ടില്ല, ഫെർമെൻ്റ് ആക്കാൻ വെച്ചിട്ടുള്ളൂ. പക്ഷേ അത് നമുക്ക് ധൃതിയില്ല. ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ റെഡി ആയാൽ മതി. കാരണം ജസ്റ്റ് ബോയ് അപ്പോഴേ വരുള്ളൂ. പിന്നെ ആവിനെ ഉറങ്ങണേണ്. അതുകൊണ്ട് എനിക്ക് ഒരു ധൃതിയില്ല കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ. ഇപ്പം ഞാൻ എന്തെങ്കിലും കഴിക്കും ഡെഫിനറ്റ്ലി. ഇപ്പം ഞാനിപ്പോൾ എടുത്തേക്കുന്നത് റാഗിയാണ്. റാഗി ആവിയിൽ വേവിച്ചിട്ട്, അതായത് ഇഡ്ഡലി പാത്രത്തിലിട്ടിട്ട് വേവിച്ച് അതൊരു ഇങ്ങനെ മിക്സ്ഡ് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ട. അതിൻ്റെ ഉള്ളിൽ ക്യാപ്സിക്കം, ഗ്രീൻ പീസ്, ബ്രോക്കലി അങ്ങനെയൊക്കെ ഇട്ടിട്ട്. റാഗി നല്ലതാണ്, നമ്മുടെ അരിയാഹാരം കഴിക്കുന്നതിനെക്കാട്ടും നല്ലതാണ്. മില്ലറ്റ് ആണല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ അത്ര പ്രശ്നക്കാരല്ല, ബ്ലഡ് ഷുഗർ ലെവലൊന്നും കൂടില്ല എന്നാണ് ഞാൻ കണ്ടേക്കുന്നത്. നമ്മളോട് പലരും പറഞ്ഞേക്കുന്നതാണ്, റാഗി കഴിക്കുന്നതാണ് എല്ലാവരും പറയണം കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് റാഗി ഏറ്റവും കൂടുതൽ ഇഷ്ടം കഴിക്കുന്നത് അൺഹെൽത്തി ടൈപ്പാണ് കേട്ടോ. അതായത് റാഗി ഇതുപോലെ നമ്മൾ ആവി കയറ്റും, എന്നിട്ട് തേങ്ങ ഇടും. തേങ്ങയും പിന്നെ തേങ്ങാപ്പാലും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് കഴിക്കണത് ഭയങ്കര ഇഷ്ടമാണ് ചൂടോടെ. പക്ഷെ അതിപ്പോൾ കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കണം. ഇത് കഴിച്ചിട്ട് എനിക്ക് ബെറ്ററായിട്ട് തോന്നി, ടേസ്റ്റ് ഉണ്ട്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യണം കേട്ടോ. ഞാനിത് ഓൾറെഡി കഴിച്ചു തുടങ്ങിയായിരുന്നു, അപ്പോഴാണ് വീഡിയോ ഞാൻ ഓർത്തത്. കൊള്ളാം ഇങ്ങനെ കഴിക്കുമ്പോൾ. ഞാൻ വിചാരിച്ചു ഇപ്പോൾ റാഗി കുറച്ച് ദിവസം ചോറ് മാറ്റി മാക്സിമം ഒഴിവാക്കിയിട്ട് റാഗി തന്നെ പല പല റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും അപ്പം കഴിക്കൂട്ടാ, അപ്പം നമുക്ക് വൈകുന്നേരം കഴിക്കാം. അപ്പം നമ്മുടെ മഷ്റൂം കറിയും കഴിക്കണം.
കാണാൻ നല്ല ഭംഗിയുണ്ട്. കണ്ടോ, ബ്രൗണും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. കറി ഇങ്ങനെയാണ് ആയിരിക്കുന്നത്. എനിക്കറിയില്ല എത്രത്തോളം ഇതെങ്ങനെ ഉണ്ടാവും എന്നൊരു ഐഡിയ ഇല്ല. കാരണം ഞാൻ വറുത്തിട്ടൊക്കെയാണ് സാധാരണ നമ്മൾ ചില്ലി ഗോപിയൊക്കെ സെറ്റ് ചെയ്യണത്. ഇത് അങ്ങനെ വറുത്തിട്ടുള്ള റെസിപ്പി അല്ല. അപ്പോൾ എത്രത്തോളം നല്ലതാണെന്നൊരു ഐഡിയ ഇല്ല. എനിവേ നോക്കാം. ഗായ്സ്, അങ്ങനെ കുക്കിംഗ് കഴിഞ്ഞു. ഇനിയിപ്പോൾ അപ്പം ഫെർമെൻ്റ് ആയിക്കോളും. 3 മണിയൊക്കെ ആകുമ്പോഴേക്കും സെറ്റാവും. ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച്. കറി എത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. ഇവർ അയ്യോമേ നല്ലതായിരിക്കണേ. ചെസ്പോയി ആയിരിക്കും ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യണത്. ഫ്രൈ ചെയ്യാത്തത് കൊണ്ടുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട് എനിക്ക് എത്രത്തോളം കഴിക്കാൻ പറ്റും എന്നുള്ളത്. എനിവേ നല്ല ഫീഡ്ബാക്കും നല്ല റിവ്യൂ ഒക്കെ ഉള്ള റെസിപ്പിയാണത്. പക്ഷെ ഞാൻ എൻ്റെതായ കുറച്ചൊരു ചേഞ്ചസ് വരുത്തി. ആ റെസിപ്പിയിൽ അവർ സാധാരണ മറ്റേ വൈറ്റ് സോസ് ഇല്ലേ, നമ്മുടെ പാല്, പശുവും പാലും മൈദയും ബട്ടറൊക്കെ ഇട്ടിട്ട് വൈറ്റ് സോസ് ഉണ്ടാക്കുമല്ലോ പാസ്തയ്ക്ക് വേണ്ടി. ആ വൈറ്റ് സോസാണ് അവർ ആഡ് ചെയ്തേക്കുന്നത്. ഞാൻ അതിന് പകരം ആഡ് ചെയ്തേക്കുന്നത് നമ്മളുടെ തേങ്ങാപ്പാലാണ്. പിന്നെ കുറച്ച് ഡിഫറൻസ് വരുത്തിയിട്ടുണ്ട്. കുറച്ച് ഗരം മസാലയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എനിവേ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്നൊരു ഐഡിയ ഇല്ല. എനിക്ക് പേഴ്സണലി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുഴപ്പം തോന്നണില്ല. ഞാൻ കഴിച്ചു നോക്കിയില്ല, ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ഒരു ഗ്രേവി ടേസ്റ്റ് ചെയ്ത് നോക്കി. യെസ്, ഇപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് 3 o'clock ഒക്കെ ആകുമ്പോൾ ജസ്റ്റ് പോയി വിളിക്കാം. അങ്ങനെയാണ്. അപ്പോൾ ഇനി എന്താ ഈവനിങ് വരെയുള്ള വ്ളോഗ് ചെയ്യാം. ഇൻ ബിറ്റ്വീൻ വിശേഷങ്ങളും പറയാം. സോ ഫാർ എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് പേഴ്സണലി ഐ എം ഫീലിംഗ് സോ ഹാപ്പി. ഈ വ്ളോഗ് ചെയ്യുമ്പോൾ എന്തോ ഒരു എനർജി ഉണ്ട് കേട്ടോ. ഞാനപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പോകണതാണ്. ഡെയിലി വ്ളോഗ് അല്ലെങ്കിൽ പോലും ഒരു ഇടയ്ക്കിടയ്ക്ക് ഒരു വ്ളോഗ് ചെയ്യാം. എനിക്കൊരു പ്രത്യേക ഒരു എനർജി ഉണ്ട്. ഇങ്ങനെ ഈവൻ തോ ഇങ്ങനെ സംസാരിക്കുന്നത് അറിയില്ല, ആരൊക്കെ കാണുന്നു പോലും അറിയില്ല, എന്നാൽ പോലും ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ഉണ്ട്, ഒരു എനർജി ഫീലിംഗ് ഉണ്ട്. എന്തോ സംതിങ് ഐ എം ഡൂയിങ് സംതിങ് എന്നുള്ളൊരു ഫീലിംഗ്. മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അങ്ങനെ പോകുന്നു. ഇത് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് എന്താ സംതിങ് ഡിഫറെൻറ്റ്. എനിക്കറിയില്ല എങ്ങനെ പറയണമെന്ന്. എനിവേ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുക. പ്ലീസ് ഡു ലൈക്ക് ആൻഡ് കമൻറ്റ് ഡൗൺ. നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ഡൗൺ. എനിക്ക് പേഴ്സണലി കുറേ പേര് മെസ്സേജ് ചെയ്യാറുണ്ട്. കുറേ പേര് ഇൻ ദ സെൻസ് ലൈക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സ് എല്ലാം ഇവിടെ കമൻറ്റ് ചെയ്തോളൂ, ഒരു പ്രശ്നമില്ല. നമുക്ക് ഇവിടെ കമൻറ്റ്സ് വരട്ടെ, നമുക്ക് വായിക്കാം, അതിന് റിപ്ലൈ ചെയ്യാം, അതൊക്കെ രസമല്ലേ. എനിവേ പ്ലീസ് ഡു സപ്പോർട്ട്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ അങ്ങനെ പറയാറില്ല, എന്നായാലും ചെയ്യണം കേട്ടോ. ഇസ്രേലെ എങ്ങനെയുണ്ട് കറി? What's the flavor? Like the flavor. No. What does this remind me of? Butter chicken? Yes. Reminds me of another food. I don't know, but it's just very good. യെസ്, നമ്മളങ്ങനെ മുകളിലെത്തി. ജസ്റ്റ് പോയി ഫുഡ് കഴിച്ച് ആൽവിൻ ഡ്യൂട്ടിക്ക് പോയി, ഫുഡ് കഴിച്ചിട്ട് ഡ്യൂട്ടിക്ക് പോയി. അപ്പോൾ ഇന്ന് കുറച്ച് സംഭവങ്ങൾ ഓൺലൈനിൽ വന്നായിരുന്നേ. അതിൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മെയിനായിട്ട് ജസ്റ്റ് ബോയുടെ ഒരു എന്നിട്ടാണ് അൾട്രാ വയലറ്റ് പെൻസ് വന്നിട്ടുണ്ട്. കുറേ നാളായി പുറകെ നടക്കണം അൾട്രാവയലറ്റ് പെൻ വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ അത് കൊച്ചു കാണിച്ചു തരും അല്ലേ? കാണിച്ചു. I got like 8 I think. 8 കളേഴ്സ് ആണ് ഉള്ളത് കേട്ടോ. But they don't actually make the color. Oh, sorry. ഇത് താഴെ വീണടാ. Okay. ഈ പെന്നിന്റെ കളർ മാത്രമേ ഉള്ളൂ എന്നാ കൊച്ചു പറഞ്ഞത്. ഇത് അൾട്രാവയലറ്റ് പെൻ, ഇത് ആക്ടിവേറ്റ് ആവുന്നത് ഈ അൾട്രാവയലറ്റ് ലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ്. അപ്പൊ ഇത് എങ്ങനെയെന്ന് വെച്ചാല് ഈ ഇങ്ക് യൂസ് ചെയ്തേക്കണ some കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. 2 കെമിക്കൽസ് ആണ് യൂസ് ചെയ്തേക്കണം. അതിന്റെ പേര് ഞാൻ ടൈപ്പ് ചെയ്തിടാം. അപ്പോൾ ആ കെമിക്കൽസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഇങ്കാണ് അത്. നമ്മളിങ്ങനെ എഴുതിയിട്ട് നമുക്ക് നേക്കഡ് ഐസ് കാണാൻ പറ്റില്ല. ഈ ലൈറ്റ് കണ്ട, ഈ ലൈറ്റ് ഉണ്ടെങ്കിൽ കാണാൻ പറ്റുള്ളൂ. ജസ്റ്റ് പോയി കണ്ട എൻ്റെ കയ്യിൽ വരച്ചേക്കണത് കാണാൻ പറ്റുന്നുണ്ടോ? I can only see like a little bit. കണ്ട, ഇതേപോലെ നമുക്ക് pretty cool. Show like all of it. Light just on off. Yeah, we're gonna off the light so we can see better.
ബട്ട് സ്റ്റിൽ ദർ ഇസ് ലൈറ്റ്. കണ്ട, സൂപ്പർ കൂൾ. അപ്പം അങ്ങനെ കുറേ നാളായി ഇത് വേണം വിളക്കിട്ടു മോനെ, വേണമെന്ന് പറഞ്ഞ് നടക്കണം. അപ്പം നമ്മൾ ഓൺലൈനിൽ അത് കിട്ടി. അതിൻ്റെ പുറകെയാണ് ആള്. സൂപ്പർ എന്ന് ഇൻവെസ്റ്റിഗേഷൻ പോലെ. കണ്ട, എൻ്റെ കയ്യിലും ആലുവിൻ്റെ കയ്യിലൊക്കെ ഇതുപോലെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ആക്ടിവേറ്റ് ആവുള്ളൂ. ഇങ്ക് ചില കെമിക്കൽസ് ഹീറ്റിൽ ആക്ടിവേറ്റ് ആവും, ഹീറ്റ് വരുമ്പോൾ. ഇതിപ്പോൾ ലൈറ്റിലാണ് ആക്ടിവേറ്റ് ആവുന്നത്. ഇതാ. പിന്നെ ഞാൻ വാങ്ങിച്ചത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ കുറച്ച് യെസ് കാലിഗ്രാഫിയുടെ ബ്രഷ് പെൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നല്ല ചൈനീസ് പ്രൊഡക്റ്റ് ആണിത്. ചൈനയുടെ പ്രൊഡക്റ്റ് ആണ്. ഇതിപ്പോൾ 4 എണ്ണത്തിനും കൂടി 3.16 അറൗണ്ട് 350 എന്നൊക്കെ പറയാം. 350 റുപ്പീസ്. നമ്മുടെ നാട്ടിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു പെന്നിന് തന്നെ അത്യാവശ്യം 100 റുപ്പീസാണ് നമ്മുടെ നാട്ടിൽ. ഇതിപ്പോൾ 4 എണ്ണമാണ്. 4 എണ്ണത്തിനും 4 ടിപ്പാണ്. ഇത് കണ്ടോ? അപ്പോൾ അതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി കാണിച്ചു തരാം. ഇത് കണ്ടോ? ഇത് ഏറ്റവും തിൻ, അതിൻ്റെ തന്നെ കുറച്ചും കൂടി വലുത്. ഓരോ തിക്നെസ് ആണ്. ഇങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞ യൂസ് ചെയ്യുന്ന ബ്രഷ് പെന്നിൻ്റെ തിക്നെസ്സും ഉണ്ട്. കണ്ടോ? ഇല്ല, അത്രയും ഇല്ല, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ 4 തിക്നെസ്സിലുള്ള പെൻസാണ് വന്നേക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ട്. ഞാൻ എഴുതി കാണിച്ചു തരാം. അതേപോലെ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പം ഈ പെന്നൊക്കെ നമുക്ക് ഓൾറെഡി ഉള്ളതിൻ്റെ തന്നെ വേറെ ഒരു വേരിയേഷൻ ആണ്. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്യണത്. അതായത് ഫൗണ്ടൈൻ പെന്നാണ്. നമ്മുടെ ഇങ്ക് പെന്നില്ലേ, അതേപോലത്തെ മോഡലിൽ വന്നേക്കണേ. 6 എണ്ണം അല്ല, 6 എണ്ണത്തിൻ്റെ പാക്കാണ്. 6 എണ്ണത്തിൻ്റെ പാക്കിന് 4 ആണ്. അറൗണ്ട് 5 പൗണ്ട്സ് വന്നിട്ടുണ്ട്. ഇതും യൂസ് ചെയ്ത് നോക്കണം. പക്ഷെ ഇതിൻ്റെ ഇങ്ക് വന്നിട്ടില്ല. ഞാൻ ഇങ്കും കൂടി ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം യൂസ് ചെയ്യാൻ പോണത്, എൻ്റെ അടുത്ത് ഒരു ഇങ്കിരിപ്പുണ്ട്. നമ്മുടെ ഗ്ലാസ് പെന്നിൻ്റെ ഇങ്കാണിത്. അപ്പോൾ ഈ ഇങ്ക് യൂസ് ചെയ്തിട്ട് എഴുതി നോക്കാൻ പോണേണ്. ഇതും ഇതേപോലെ പല തിന്നും തിക്കുമായിട്ടുള്ള പല നിപ്സാണുള്ളത് കേട്ടോ. ഇതും ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വന്നത് മെയിനായിട്ട്. അല്ലേ ചോ? ഞാൻ ഈ 4 പെന്നും വെച്ച് എഴുതി ഒന്ന് കാണിക്കാം കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഇതാണ് ഏറ്റവും തിക്കുള്ളത് പെൻ. അത് വെച്ചിട്ട് നമുക്ക് എന്തെഴുതാം? എം എന്നുള്ളൊരു ലെറ്റർ എഴുതാം. ഡിഫറൻസ് ഉണ്ടല്ലേ സോയി. അടുത്തത് that's a big difference. The smallest one. ആ ഒരു അപ്പ് സ്ട്രോക്ക് വരുമ്പോഴാണ് ആ ഡിഫറൻസ് ശരിക്കും മനസ്സിലാവണം അല്ലേ? So thin. Wow. അങ്ങനെ 4 ഡിഫറെന്റ് തിക്നെസ്സിലുള്ള ബ്രഷ് പെൻസ്. Cool. I like it guys. അടിപൊളി. കുറച്ച് സിമിലാരിറ്റി ഉണ്ട്, എന്നാലും എഴുതുമ്പോൾ നമുക്ക് ഡിഫറൻസ് തോന്നുന്നുണ്ട്. ഇത് എഴുതി വരുമ്പോൾ നല്ലതായിരിക്കും. ഇത് ഏറ്റവും തിക്നെസ് ഉള്ളത്. സെക്കൻഡ് വൺ. നല്ല രസമുണ്ട്. നമ്മുടെ അടിപൊളിയാണല്ലോ ഈ പെൻസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. സാധാരണ വാങ്ങിക്കുന്നതിനെക്കാട്ടും ഡിഫറെൻ്റ് ആയിരുന്നു ഇപ്രാവശ്യം. സാധാരണ നമ്മൾ ഒരെണ്ണം വെച്ചാണ് ഞാൻ നാട്ടിലായിരുന്നപ്പോൾ വാങ്ങിച്ചത്. ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടല്ലോ ഇങ്ങനത്തെ ഒരു കോയിയുടെ ഒരു ബ്രഷ് പെന്നും അതേപോലെ യൂണിബോളിൻ്റെ ഒരു ചെറിയതും കൂടിയേ ഉള്ളൂ. ഇതാകുമ്പോൾ 4 ഡിഫറെൻറ്റ് തിക്നെസ്സിലുള്ള പെൻസാണ്. അതേപോലെ നമുക്ക് വളരെ ചെറുതായിട്ട് എഴുതാൻ പറ്റും. അതാണ്, അത്രയും ചെറിയത് എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ അടുത്തുള്ളത് കുറച്ചും കൂടി വലുതായിരുന്നു. ഇപ്പം ഈ ഒരു സെറ്റിൽ ഏറ്റവും ചെറുതുമുണ്ട്. സോ എന്തായാലും കാലിഗ്രാഫി റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ആഴ്ചയിൽ 2 പ്രാവശ്യമോ പറ്റും, മാക്സിമം ഒരു പ്രാവശ്യമെങ്കിലും അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു കാലിഗ്രാഫിയുടെ നെയിംസ്. അപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു 5-6 നെയിംസ് ഒരുമിച്ച് അപ്ലോഡ് ചെയ്യാം ഒരു ദിവസം, അങ്ങനെ വിചാരിക്കുന്നു. അല്ലാതെ എല്ലാ ദിവസവും എനിക്ക് തോന്നണില്ല പറ്റുമെന്ന്. യെസ്, എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഒറ്റ ആംഗിളിൽ നിന്നല്ല ഇത് ഷൂട്ട് ചെയ്യുന്നത്. കാലിഗ്രാഫി നെയിംസ് എഴുതുമ്പോൾ
പല പല ആംഗിളിൽ നിന്ന് സൂം ഇൻ ചെയ്തൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ എഡിറ്റിംഗ് വരും. അത് കഴിഞ്ഞ് എഡിറ്റിംഗ് പിന്നെ പോട്ടെ, ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ടാണ് നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റ് കാണിക്കണത്, നെയിംസ് കാണിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഏത് സോങ് ഇടും, അതാണ് അടുത്തൊരു പ്രശ്നം. സോങ് നോക്കി നോക്കി കുറേ ടൈം പോകും. അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു അധികം ടൈം നോക്കി സോങ് നോക്കിയിരിക്കാതെ എന്തെങ്കിലും ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്സ് അങ്ങ് ഇട്ടിട്ട് പോകാം. എനിവേ ഐ എം ഗോണ റീസ്റ്റാർട്ട് മൈ റിക്വസ്റ്റഡ് നെയിംസ് കാലിഗ്രാഫി. എന്തായാലും അത് അത്യാവശ്യം കുറേ ഉണ്ട് എഴുതാൻ. അതെന്തായാലും മാക്സിമം എഴുതാം. കാരണം ഇനി കുറച്ച് 2 മാസം കൂടി കഴിഞ്ഞാൽ കുറച്ച് പണിയാവും. 2-3 മാസം കഴിഞ്ഞാൽ പിന്നെ നടക്കില്ല ഈ പരിപാടികളൊന്നും. ഇത്രയും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം എഴുതാം കേട്ടോ. എന്തായാലും ജസ്റ്റ് ബോയ്, ഇന്ന് കൊച്ചിൻ്റെ സ്കൂളിൽ ആരുടെ ബർത്ത്ഡേ ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഇത്രയും ഗിഫ്റ്റ് കിട്ടണത് അല്ലേ? എന്തൊക്കെ കിട്ടിയ എനിക്ക്? Oh yeah, I got like glow stick and പറയും. I got a glow stick. 2 glow sticks actually. ഗ്ലൂ സ്റ്റിക്കാ? ഗ്ലോ സ്റ്റിക്ക്, യാ. And then we got a sticky man. പിന്നെ ചോക്ലേറ്റ് കിട്ടിയോ? Yeah, 2 candies. പിന്നെ ബബിൾസിന്റെ ബബിൾ മേക്കർ, അത്രയും കിട്ടുള്ളൂ. And there's one more I think. ബൗൺസിങ് ബോൾ. ഇത്രയും സാധനങ്ങൾ ഒരു കൊച്ചിന്റെ ബർത്ത്ഡേ ആയിരുന്നു. ആ കൊച്ചു ഇങ്ങനെ ഒരു പാക്കിൽ എല്ലാവർക്കും ക്ലാസ്സിലെ എല്ലാ പിള്ളേർക്കും പേര് എഴുതി കൊടുത്തേക്കുന്നു. അത് നല്ലൊരു ഇത്. അപ്പം ഇവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു വന്നപ്പോൾ തന്നെ ഗിഫ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അയാളുടെ ബർത്ത്ഡേ ആണ്, പക്ഷെ ആ കൊച്ച് ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. നമ്മൾ ജസ്റ്റ് ബോയ് ലാസ്റ്റ് നാട്ടിൽ വെച്ചിട്ട് ചിന്മയ സ്കൂളിൽ ലാസ്റ്റ് ഡേ നമ്മളിതുപോലെ ഒരു പെന്ന്, ഒരു പെൻസിൽ, സ്കെയില്, ഇറേസർ, പിന്നെ ചോക്ലേറ്റും ഉണ്ടായിരുന്നതാ. ഡോണറ്റ്സ് എൻ്റെ കസിൻ സിസ്റ്റർ ഉണ്ടാക്കും നാട്ടിൽ. കേക്ക് ദിവ എന്നാണ് ആ ഇൻസ്റ്റാ പേജ് ഇട്ടാ. ആള് നന്നായിട്ട് കൊച്ചി ബേസ്ഡ് ആണ്. ഡോണറ്റ്സ്, ബ്രൗണി, കേക്ക്സ് ഒക്കെ ഉണ്ടാക്കും. നല്ല അടിപൊളിയാണ്. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ കേക്ക് ദിവനെ കൊണ്ട്, എൻ്റെ കസിൻ സിസ്റ്ററിനെ കൊണ്ടാണ് ഡോണറ്റ്സ് ഉണ്ടാക്കിച്ച് എല്ലാ പിള്ളേർക്കും ഓരോ ഡോണറ്റ്സും ഈ പറഞ്ഞ പോലെ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടാണ് അന്ന് ഞങ്ങൾ ചെയ്തത്. അത് ബർത്ത്ഡേ ആയിരുന്നില്ല, ലാസ്റ്റ് ഡേ ക്ലാസ്സിൽ. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും കൊടുക്കണത് എനിക്കും ഇഷ്ടമാണ് കേട്ടോ. പിള്ളേർക്ക് ഓർത്തിരിക്കാൻ നല്ല ഒരു ഇതല്ലേ, അങ്ങനെ കാണിക്കല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്താലോ. ജസ്റ്റ് ബോയ് പഠിക്കാൻ പോണേണ്. ഇവിടെ ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ബൈബിൾ സ്റ്റഡി ചെയ്യണം. പിന്നെ കുറച്ച് നേരം എന്തെങ്കിലും പേപ്പർ വായിക്കും. ഞാൻ റിസർച്ച് പേപ്പർ എന്തെങ്കിലും വായിക്കും. എന്നാലും അപ്ഡേറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നതാലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ മമ്മി എന്തൊക്കെ കാണിച്ചെന്നറിയോ? മമ്മി അത് ഇപ്പോഴല്ലേ മമ്മി മോർണിംഗ് ട്രിം ചെയ്തത് കാണിച്ച്, പ്ലാന്റ്സ് ട്രിം ചെയ്തതൊക്കെ കാണിച്ച്. നമ്മുടെ ഫ്രണ്ട് ആയിട്ടുള്ള ഹൈഡ്രേഞ്ച് നല്ലതാണ്. Hydrangea. Okay, so guys, hope you like this video. Please do support us. Thanks for watching. See you next time. Bye bye.